ഇന്ന് ലോകം ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പം നോക്കൂ, നിങ്ങൾ കൊറോണ വൈറസ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുക. ഇപ്പം നമ്മളോട് പറയുന്നത് യു കനോട്ട് ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ്. നമുക്കിങ്ങനെ എന്നും ഇവിടെ ഈ എന്താ പറയുക, ലോക്ക്ഡൗൺ ആക്കി ഇരിക്കാൻ പറ്റില്ല. കാരണം രാജ്യത്തിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ എക്കണോമി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. ഇപ്പം എന്താ പറയണത്, യു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ മാസ്ക് ധരിക്കുക, കൈ സാനിറ്റൈസ് ഉപയോഗിക്കുക. കഴിയുന്നതും മറ്റുള്ളവർ പുറമേ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ അവർ സംസാരിക്കുമ്പോൾ കുറച്ച് അവരുടെ ഉമിനീര് നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ അനുവദിക്കാതിരിക്കുക. പിന്നെ കുറേ ഗാർഗിൾ ചെയ്യുക. അങ്ങനെ അത് ഇതൊക്കെ ചെയ്ത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യല്ലാതെ ഈ രോഗത്തിനെ തടയിടാൻ വേറെ ഒരു വഴിയില്ല. അപ്പം ഇതിനൊരു കർത്താവ് വന്നുകൊണ്ട് ഇവരുടെ രോഗം മാറ്റാൻ പറ്റുമോ? വേറൊരാൾ വന്നതുകൊണ്ട് നന്നാക്കാൻ പറ്റുമോ? അപ്പം അവനവൻ തന്നെയാണ് അവനവനെ കെയർ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, ഈ കെയർഫുൾനെസ് ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം അസുഖങ്ങൾ വരുന്നതെന്ന് പറയുമ്പോൾ, ഇതിനെ മാറ്റേണ്ടത് ശരിക്കും ആര് തന്നെയാണ്? പ്രതിരോധിക്കേണ്ടത്. മാറ്റുക എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ക്ലിയറാണ്. ഇതുപോലെയാണ് മനസ്സിൻ്റെ പാപമായ ആലസ്യത്തെയും അനാവശ്യമായ അസ്വസ്ഥ ചിന്തകളെയും നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി പറയുന്നത് മാറ്റിയെടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ഋഷിവര്യന്മാർക്ക് മനസ്സിലായി മനുഷ്യന് ഒരു സമചിത്തമായ അവസ്ഥ വികസിപ്പിക്കാൻ പറ്റും. ഏത്? സമചിത്തത. എന്താ ഈ സമചിത്തത? അതായത് ഒരിക്കലും മനുഷ്യന് പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു സമൂഹത്തിൽ, അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ പല പ്രതിസന്ധികളെയും മനുഷ്യൻ നേരിടേണ്ടതുണ്ട്. ഇപ്പം നോക്കൂ, കൊറോണ വൈറസ് ചൈനയിൽ ഉണ്ടാക്കിയതോ എന്നിട്ടിപ്പോൾ എന്തായി? അത് ലോകം മുഴുവൻ വ്യാപിച്ച് 3 ലക്ഷത്തിലധികം ആളുകളുടെ ജീവിതവും കൊണ്ടുപോയി കഴിഞ്ഞത്. കുറേ പേരുടെ ജീവിതം ദുരിതത്തിലാക്കി. കുറേ ജോലി നഷ്ടപ്പെട്ടവർ, കുറേ പേരുടെ ആരോഗ്യം പോയവർ, എന്തെല്ലാം. അത് ഈ കൊറോണ വൈറസ് വരാതെ തന്നെ ഇവിടെ കുടിയേറ്റ തൊഴിലാളികളെന്നോ അതിഥി തൊഴിലാളികളെന്നൊക്കെ പറയുന്ന ആളുകൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ പട്ടിണി കിടന്ന് മരിച്ചവർ, ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചവർ, നടന്നു പോകുമ്പോൾ മരിച്ചവർ, കണ്ടമാനം ലോറിയിലൊക്കെ കുന്തിത്തള്ളിക്കയറ്റി ശ്വാസം മുട്ടി മരിച്ചവർ, അത് തന്നെ ഉണ്ടാവും ഒരു 100 കണക്കിന് ആൾക്കാർ. എന്നാലോചിച്ച് നമുക്ക് ഒരു ദുരന്തത്തിലുണ്ടായത്. ഇങ്ങനെയൊക്കെ മനുഷ്യന് പ്രകൃതിയാലും സമൂഹത്തിനാലും ആദിഭൗതിക, ആദിദൈവിക, ആധ്യാത്മിക താപങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഈ ലോകത്തിൽ ആർക്കും ഉണ്ടാവില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ സമചിത്തത എന്ന് പറയുന്നത്? സമചിത്തത എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. എന്താണത്? മനസ്സിൽ ആലസ്യം വരുമ്പോൾ ആ ആലസ്യത്തിൽ നിന്നും മനസ്സിനെ ഊർജമുള്ളതാക്കാൻ നമുക്ക് പറ്റും. അസ്വസ്ഥതയുള്ള മനസ്സിനെ നമുക്ക് ആ അസ്വസ്ഥതയിൽ നിന്നും സ്വസ്ഥ മനസ്സാക്കി മാറ്റാൻ സാധിക്കും. അപ്പം മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെ സാധിക്കും? കാരണം സാധാരണക്കാരൻ അതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളില്ല. കാരണം തമോ ഗുണത്തിൽ ജീവിച്ചവനോട് നിനക്ക് ഉത്സാഹം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കം തൂങ്ങിക്ക് ഒരു കാലത്തും ഉത്സാഹം വരുത്താൻ സാധിക്കില്ല. അപ്പം പിന്നെ അതിനെന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത്? അപ്പോൾ അവിടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, മനസ്സിനെ നമുക്ക് പരിവർത്തനം വരുത്താൻ സാധിക്കുന്നതിന് കാരണം മനസ്സിനും അപ്പുറത്ത് ഒരു ശക്തി വിശേഷം നമ്മളിൽ ഉണ്ട്. മനസ്സിനെ പരിവർത്തനം വരുത്തണമെങ്കിൽ നമുക്കതിനുള്ളൊരു ശക്തി വേണ്ടേ? കാരണം ദുർബലമായ ഒന്നിൽ നിന്ന് പുറത്ത് കടക്കാൻ അത്ര എളുപ്പത്തിൽ സാധ്യല്ല. ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ട ഒരാളോട് നീ ലഹരി ഉപേക്ഷിക്കൂ പറഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഉപേക്ഷിച്ച് പുറത്ത് കടക്കാൻ സാധിക്കുമോ? ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിൽ വീണ്, അല്ലെങ്കിൽ പെൺകുട്ടി പയ്യനുമായിട്ട് പ്രേമത്തിൽ വീണ്, ആ പ്രേമം മൂത്തു കഴിഞ്ഞ് അവസാനം അത് തമ്മിൽ തെറ്റി പിരിഞ്ഞു കഴിഞ്ഞാൽ
ആ പെൺകുട്ടിയെ നമുക്ക് ആ പ്രേമത്തിൻ്റെ ചിന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവരൽ എളുപ്പമാണോ? പറയൂ, എളുപ്പമല്ല. അതല്ലേ ഇന്ന് എത്രയോ കൗൺസിലിംഗ് സെൻ്ററുകളും അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടി വരുന്ന എന്താ അതിന് പറയാ, പ്രേമനൈരാശ്യം, അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നില്ലേ? അതേപോലെ ജോലി നഷ്ടപ്പെട്ടിട്ട് സാമ്പത്തിക പ്രശ്നം വന്നിട്ട് ഇങ്ങനെ എന്തെല്ലാം ദുരിതങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരോട് സ്വയം ഉയർത്തൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ? പറയൂ, ഇല്ല. അപ്പം അവർക്കെന്തു വേണം? എങ്ങനെയാണ് മനസ്സിനെ ഉയർത്തേണ്ടതെന്നൊരു അറിവും വേണം, പരിശീലനവും വേണം. സത്യം പറഞ്ഞാൽ ഇതാണ് നമുക്കിനി വേണ്ടത്. മനസ്സിനെ ഉയർത്താനുള്ള അറിവും വേണം, അതിനുള്ളൊരു പരിശീലനം. സത്യത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇത് കൃത്യനിഷ്ഠമായി വീട്ടുകാർ, അമ്മമാർ കുട്ടികളെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്നിരുന്നു എങ്കിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രേമവും പരിഭവങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ വരുമ്പോൾ, അതൊക്കെ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ മനസ്സൊരിക്കലും കൈവിട്ടു പോവാതെ ആ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. വേണോ വേണ്ടയോ? മതം അതിനാണെങ്കിൽ അങ്ങനെയുള്ളൊരു മതം വേണോ? ഹിന്ദു മതം അങ്ങനെയുള്ളൊരു മതമായിരുന്നു. പക്ഷെ കഷ്ടകാലത്തിന് ഈ അച്ഛനമ്മമാര് അത് അമ്പലത്തിലെ പ്രാർത്ഥനയാക്കി, പൂജാമുറിയിലെ പ്രാർത്ഥനയാക്കി ചുരുക്കിക്കളഞ്ഞു. അറിവില്ലാത്ത മതമായി ഇത് മാറി ഹിന്ദുമതം. സത്യത്തിൽ നമ്മളതിൻ്റെ അറിവിൻ്റെ അംശം മുഴുവെടുത്ത് കളഞ്ഞു. വെറും അന്ധമായൊരു, നിങ്ങൾ നോക്കൂ, നിങ്ങൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണം. കൃഷ്ണൻ്റെ കഥ, രാമൻ്റെ കഥ നിങ്ങൾ അമ്പോറ്റി എന്ന് പറഞ്ഞ് തൊഴിയിപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങൾ നാമം ചൊല്ലിക്കണം. ആ കുട്ടി നാമം ചൊല്ലുമ്പോഴും കുട്ടിക്ക് അതിനോട് 100% തീർത്തും താല്പര്യം ഉണ്ടായിട്ടല്ല ചൊല്ലുന്നത്. പിന്നെ ഈ തള്ള പറയണത് അനുസരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി അത് അനുസരിക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്ത്, ഈ അമ്മൂമ്മ ചത്തുപോണേന്ന്. കാരണം അതിന് ആ സമയത്ത് മൊബൈലിൽ കളിക്കണം, അതിന് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ ഇടയിലാണ് ഇവനെ പിടിച്ചിട്ട് നാമം ചൊല്ലിക്കുന്നത്. പിന്നെ അത് അമ്മൂമ്മയെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ കരുതി അമ്മൂമ്മയെന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ മൂങ്ങാന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നു എന്നല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ വിചാരം? ഈ തള്ള ചത്താൽ എനിക്ക് സുഖമായിട്ട് ഇതൊന്നും ചൊല്ലാതെ ഇരുന്നിട്ട് ഈ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ വല്ല വീഡിയോ ഗെയിംസോ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുക എന്നുള്ളത്. അതിന് താല്പര്യം ഉണ്ടായിട്ടാണോ ചെയ്യുന്നത്? പറയൂ. കാരണം അത് താല്പര്യം ഇല്ലാതെ ആക്കിപ്പോയത് എന്താണ്? അത് ബ്ലൈൻഡ്ലി ആ കുട്ടിയെ കൊണ്ട് ചെയ്യിച്ച് അതുകൊണ്ട് എന്താണ് ഒരു പ്രയോജനം എന്നത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും പ്രാപ്തിയും അറിവും ഈ മുമ്മ എന്ന് പറയുന്ന ഈ തള്ളകില്ലാതെ പോയി. മനസ്സിലായില്ലേ? അപ്പം പിന്നെ എങ്ങനെയാണ് കുട്ടികൾ നേരെയാവുക? അപ്പൂപ്പൻ്റെ കാര്യം പിന്നെ പോട്ടെ, ആ മനുഷ്യൻ അതിൻ്റെ ABC അടുത്ത് കൂടെ പോയില്ല. അപ്പം പിന്നെ കുട്ടിക്ക് അതിലൊരു സ്കോപ്പും ഇല്ല ചോദിക്കാൻ. അപ്പോൾ കുറച്ചുകൂടി ഇതൊക്കെ അറിയുന്നുള്ളൊരു വിചാരമുള്ളത് അമ്മൂമ്മയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ അമ്മയോട്. അമ്മ പിന്നെ പോട്ടെ, അത് പിന്നെ പോയി കേസ്. പ്രസവിക്കുക എന്നല്ലാതെ അതിന് വളർത്താനുള്ളൊരു കഴിവൊന്നും അതിനില്ല. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കുട്ടികൾക്ക് വളർന്നു വരുന്തോറും സ്വന്തം അമ്മയോട് അറ്റാച്ച്മെൻറ്റ് ഒട്ടുമില്ല. പണ്ടുള്ള കുട്ടികൾക്ക് അമ്മമാരോടുണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഇനിയുള്ള കുട്ടികൾക്ക് അതല്ലേ ഇന്ന് നമ്മൾ കേൾക്കുന്നത്. കുട്ടി ചോദിച്ചത് കൊടുത്തില്ല, കുട്ടി ഉടനെ അടിച്ചു അമ്മേ, അല്ലെങ്കിൽ കുട്ടി ഒരൊറ്റ ചവിട്ട് കൊടുത്തു അമ്മേ, അല്ലെങ്കിൽ കത്തിയെടുത്തൊരു കുത്തു കൊടുത്തു എന്നൊക്കെയുള്ള പത്രവാർത്തകൾ ഇങ്ങനെ കേൾക്കുന്നത് അതുകൊണ്ടാണ്. കുട്ടിയും അമ്മയും തമ്മിൽ യാതൊരു ബന്ധുവില്ല. ഇന്ന് എത്രയോ പെൺകുട്ടികൾ അതിൻ്റെ നരകം അനുഭവിക്കുകയാണ്. കാരണം പെൺകുട്ടികളൊക്കെ ഒരു കൗമാരപ്രായത്തിലെത്തി അത് ഓടിപ്പോകുന്നു വല്ലവൻ്റെ കൂടെ. എന്നിട്ടാണ് ഈ സ്ത്രീ കടന്ന് കരയുന്നതോ എൻ്റെ മകൾ ഇങ്ങനെ ചെയ്തു, എൻ്റെ മകൾ ഇങ്ങനെ ചെയ്തു, എൻ്റെ മകൾ ഇങ്ങനെ ചെയ്തു. ആ മകൾ ചെയ്തതിനെ ഓർത്ത് ജീവിതകാലം മുഴുവൻ കരയുക. കാരണം തൻ്റെ മകളിങ്ങനെ ഓടിപ്പോകുമെന്ന് ഞാൻ അവൾക്ക് എന്താ കൊടുക്കാതിരുന്നത്? ഞാൻ എൻട്രൻസ് കോച്ചിങ് ചെയ്തു, ഞാൻ അവൾക്ക് +2 നല്ല ട്യൂഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞു അതന്നെ അമ്മേ പ്രശ്നം എന്ന്. ഇതൊക്കെ കൊടുത്തതിൻ്റെ അധികമാണ്. ഇപ്പം തന്നെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഒരു അമ്മ കടന്ന് മകളെ ഓർത്ത് ദുഃഖിച്ച് കരയുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ 2 ദിവസം കണ്ടില്ലേ? ഇവിടെ ഒരു മകളെയും വെച്ചിട്ട് ജീവിക്കുകയാണ്, ദുരിതം അനുഭവിക്കുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ വേണ്ടത്
പറഞ്ഞു കൊടുക്കാതെ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് സ്വയം പുറത്തു കടക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ഒരു വിവേകമുള്ള അച്ഛനമ്മമാർ കുട്ടികൾക്ക് മതം പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ മതം എന്ന് പറഞ്ഞാൽ അറിവും അഭ്യാസവുമാണ്. എന്താണ് അറിവും അഭ്യാസവും? സ്വന്തം മനസ്സിൽ രൂപപ്പെടുന്ന ആലസ്യം, അസ്വസ്ഥത തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ അലട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നും പുറത്തേക്ക് വരേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അറിവും അഭ്യാസവും അല്ലെങ്കിൽ പരിശീലനവുമാണ് മതത്തിൻ്റെ ലക്ഷ്യം. അതല്ലേ ശരി? പറയൂ, ഇതെല്ലാവർക്കും വേണ്ടതല്ലേ? ഇത് വേണ്ടതാണോ? പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇത് നല്ലവണ്ണം വേണം. കാരണം പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ കാലം. പണ്ടൊക്കെ നമ്മളൊരു അച്ഛനമ്മമാരിൽ വളരെ ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കരുത്. ഇപ്പോൾ കൗമാരപ്രായമായ പെൺകുട്ടിക്ക് വേറൊരുത്തൻ നോക്കി ഷോള അടിച്ചു അല്ലെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഉടനെ തന്നെ ഇത് അച്ഛനോടും അമ്മയോടും പറയുമായിരുന്നു. ഇന്ന് അവൾ അച്ഛനും അമ്മയും അറിയാതെ വാട്സാപ്പിലൂടെ സെയിം ടു യു, അച്ഛനും അമ്മയും അറിയുന്നില്ല, ഇവൾ വേറൊരു ലൈൻ അവിടെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ അച്ഛനും അമ്മയും ട്യൂഷന് പറഞ്ഞു അവൾ അവിടെ പോയിട്ടും ലൈനൊക്കെ ഡെവലപ്പ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ വേറെ ലൈനായി. അവസാനം ഇവിടെ കൊല്ലത്ത് സംഭവിച്ചതാണ്. ഒരു പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. അച്ഛനും അമ്മയ്ക്കൊരു ഐഡിയ ഇല്ല. കല്യാണം ഉറപ്പിച്ച പെൺകുട്ടിയാണ്. അപ്പം എനിക്ക് അറിയാം ആ ഫാമിലിയുടെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലി, അവരാണ് എന്നോട് പറഞ്ഞത്. അപ്പം നോക്കുമ്പോൾ ഈ കുട്ടിക്ക് പ്രേമം ഒരുത്തനോട്, ഓടിപ്പോയത് വേറൊരുത്തൻ്റെ കൂടെ, കല്യാണം തീരുമാനിച്ചത് വേറൊരുത്തൻ്റെ കൂടെ. വീട്ടുകാർ മൊത്തം കൺഫ്യൂഷനായി. കല്യാണം തീരുമാനിച്ച പയ്യനുമായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കുറേ ദിവസം അവൾ വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിൻ്റെ എന്താണ് ആ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിൻ്റെ ഈ മോതിരം എനിക്ക് ഇഷ്ടപ്പെട്ടു, നിൻ്റെ വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ ഇഷ്ടപ്പെട്ടത് ഇവളിങ്ങനെ അവളുടെ വാട്സാപ്പിലുണ്ട്. അപ്പം അവർ വിചാരിച്ചെന്ന ഈ പയ്യൻ്റെ കൂടെ എന്തായാലും ഓടിപ്പോണ്ട കാര്യമില്ല, കാരണം കല്യാണം നടത്താൻ പോയതാണ്. അപ്പം അന്വേഷിച്ച് നോക്കുമ്പം പ്രേമിച്ച പയ്യനെ അല്ല അവൾ കൊണ്ടുപോയത്, വേറൊരുത്തൻ്റെ കൂടെ. എവിടെയാണ് ലോകം നോക്കും നിങ്ങൾ? ഈ തരത്തിലൊക്കെ ഉള്ളൊരു മാനസികമായ പിരിമുറുക്കങ്ങളും ആസക്തികളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് കുട്ടികൾ വളരുന്നത്. ആൺകുട്ടികളാണെങ്കിലോ അത് വേറൊരു സ്ഥലം. കഞ്ചാവ്, ലഹരി, അതുപോലെ തന്നെ സെക്ഷൽ പെർവേർഷൻ, എല്ലാ തരത്തിലുള്ള ഏടാകൂടങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. ഈ തരത്തിലൊക്കെ ഉള്ളൊരു പെർവേർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അച്ഛനമ്മമാർക്ക് നിയന്ത്രണമില്ലാത്തൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല ട്രാപ്പുകളിലും ആ കുട്ടി അവസാനം അമ്മയോട് പറഞ്ഞു അത്രേ, ഞാനൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. അപ്പം ഈ ട്രാപ്പുകളിലൊക്കെ പെട്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാതെ വരുമ്പോൾ ആത്മഹത്യയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വഴികളൊക്കെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം ഞാൻ പറയുക, കുട്ടികൾക്ക് ഇത്തരം പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു പരിശീലനം നമ്മുടെ സമൂഹത്തിൽ എവിടെയും കിട്ടുന്നില്ല. ശരിയാണോ? അപ്പം ഇതാണ് രണ്ട് കാര്യം. ഒന്ന്, സ്വന്തം മനസ്സിനെക്കുറിച്ചുള്ള അറിവ്. രണ്ട്, ആ മനസ്സിനെ അതിൻ്റെ ദൗർബല്യങ്ങളായ ആലസ്യത്തിൽ നിന്നും അതിലുണ്ടാകുന്ന പല കാരണത്താലുണ്ടാകുന്ന ഒരു ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നലട്ടുന്നതിലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴികളും നമുക്ക് അറിഞ്ഞിരിക്കണം. വേണ്ടേ? ഉറക്കെ പറയൂ, വേണം. അപ്പം ഈ മനസ്സിനെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ മനസ്സ് എന്താണ്, അവിടെയാണ് ഋഷിവര്യന്മാർ ഒരു പടിയും കൂടെ കടന്ന് നമ്മളോട് പറയണത്. നിങ്ങൾ ഞാൻ 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 എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നിങ്ങളുടെ മനോവികാരങ്ങൾ നിങ്ങളിലെ ഞാനിൽ ചേർന്നിരിക്കണം. അതായത് അലസനായ ഒരു ആളിലെ ഞാനും അതുപോലെ തന്നെ ഉത്സാഹമുള്ള ഒരാളുടെ ഞാനും ആ പറയുന്ന ശബ്ദത്തിൽ തന്നെ, ധ്വനിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് എന്താ മനസ്സിലാവുക? അവരുടെ മനസ്സിൻ്റെ ചില വികാരങ്ങൾ അവരിലെ ഞാനിൽ മനസ്സിലാവുന്നില്ല. അസ്വസ്ഥതയുള്ള ഒരാളിലെ ഞാനും സ്വസ്ഥനായിരിക്കുന്ന ഒരാളുടെ ഞാനും
ഒരുപോലെ ഇരിക്കുമോ? ഇല്ല. അപ്പം അവരുടെ മനസ്സിലെ ഈ എന്താ പറയുക വികാരങ്ങൾ, ചിന്തകൾ അവരിൽ ഞാനിനെ പറയൂ സ്വാധീനിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അലസത, അസ്വസ്ഥത എന്നൊക്കെ പറയുന്നത്, ഇത് മുഴുവൻ ബോധത്തിലുള്ള ചിന്തകളാണ് എന്ന് മനസ്സിലാക്കണം. വളരെ ശ്രദ്ധിക്കുക. എന്താണ് ഞാൻ പറഞ്ഞത്? ബോധത്തിലുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. എനിക്ക് അലസതയുണ്ട്, എനിക്കൊരു ഉത്സാഹമില്ല എന്നെനിക്ക് അറിയാം. എൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് എനിക്ക് അറിയാം. അപ്പം ഈ അറിവിലാണ്. ഈ അറിവ് ഏതറിവാണ്? ഈ അറിവ് എന്തറിവാണ്? അല്ലെങ്കിൽ എനിക്ക് ഈ അറിവ് എവിടുന്നാണ് കിട്ടുന്നത്? ബോധത്തിൽ നിന്നാണ് ഈ അറിവ് കിട്ടുന്നതെങ്കിൽ ബോധം തന്നെ മനസ്സിലായില്ല. ബോധം ഒരു ചിന്തയാണോ അറിവാണോ? ബോധം ചിന്തയാണോ? അല്ല, ബോധം അറിവാണ്. അപ്പൊ ബോധമാകുന്ന അറിവിലാണ് ഞാൻ എൻ്റെ വികാരങ്ങളെ അറിയുന്നത്. ബോധമാകുന്ന അറിവിലാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരങ്ങളെ അറിയുന്നത്. ഈ ഒരു പോയിന്റ് വളരെ വളരെ നമ്മൾ പഠിച്ചു വയ്ക്കണം. ബോധമാകുന്ന അറിവിനെയാണ് നിരീക്ഷകൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അറിയുന്ന ചിന്തകളെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ അറിയുന്നു എൻ്റെ മനസ്സിന് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അപ്പം ഈ അറിവിലാണ് ചിന്തകളിരിക്കുന്നത്. അല്ലെങ്കിൽ അറിവിലാണ് ആലസ്യവും അസ്വസ്ഥതയൊക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുക. നിരീക്ഷകൻ മനസ്സിലാക്കുന്ന, നിരീക്ഷിക്കപ്പെടുന്നതും അറിവും അറിയപ്പെടുന്നതും ഇതൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയാൽ നമുക്കൊരു വലിയൊരു സത്യം മനസ്സിലായി. എല്ലാ മനസ്സുകളെയും അറിയുന്നത് ഒരേ ബോധം തന്നെയാണ്. അപ്പം ഞാൻ നോക്കൂ, എനിക്ക് അലസത ഉള്ളപ്പം എനിക്കറിയാം, നിങ്ങൾക്കും അലസത ഉള്ളപ്പം നിങ്ങൾക്കറിയാം. എനിക്ക് അസ്വസ്ഥതയുള്ളപ്പോഴുള്ള അറിവ് തന്നെയാണ്. അസ്വസ്ഥത എന്തുകൊണ്ടുണ്ടായിരുന്നല്ല, അസ്വസ്ഥതയുണ്ട് എന്നുള്ളൊരു അറിവുണ്ടല്ലോ. അസ്വസ്ഥതയ്ക്ക് പല കാരണം. ഒരാൾക്ക് സാമ്പത്തിക പ്രശ്നം, ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം, ഒരാൾക്ക് പ്രേമ നൈരാശ്യം, ഒരാൾക്ക് മാർക്കിൻ്റെ പ്രശ്നമായിരിക്കാം, ഒരാൾക്ക് വേറെ ഒരു വിചാരിച്ച കാര്യം കിട്ടാത്തതായിരിക്കാം, ഒരാൾക്ക് കിട്ടിയത് പോയതായിരിക്കാം. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും അവരെ അലട്ടുന്നുണ്ട്. പക്ഷെ പ്രശ്നമുണ്ടെന്നൊരു അറിവുണ്ടല്ലോ, അസ്വസ്ഥതയുണ്ടെന്നൊരു അറിവ്. ഈ അറിവ് എല്ലാവരിലും ഒരുപോലെ ആവില്ലേ? അതിന് ജാതിയോ മതമോ ഉണ്ടോ? സ്ത്രീ പുരുഷ വ്യത്യാസമോ ഉണ്ടോ? ഇല്ല. നമ്മളിലെ അസ്വസ്ഥതകൾക്ക് കാരണം പലതായിരിക്കാം. പക്ഷെ അസ്വസ്ഥതയുണ്ടെന്ന അറിവ് എല്ലാവരിലും ഒരേ അറിവാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി: ബോധം എല്ലാവരിലും ഒരേപോലെയാണ്. അപ്പൊ സ്വസ്ഥനായിരിക്കുന്നവരിലും ബോധമുണ്ട്, അസ്വസ്ഥനായിരിക്കുന്നവരിലും ബോധമുണ്ട്. ശരിയല്ലേ? നമ്മൾ നോക്കുമ്പോൾ ഈ ബോധത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠനം നടത്തുമ്പോൾ മനസ്സിലാവും, ബോധത്തിൽ നിന്നാണ് രാവിലെ നമ്മുടെ മനസ്സ് ഉണർന്നു വരുന്നത്. ഈ ബോധത്തിൽ തന്നെയാണ് ഈ മനസ്സ്, ചിന്തകൾ, ഞാൻ എന്ന ചിന്തകളൊക്കെ നിലനിൽക്കുന്നത്. ഈ ബോധമുള്ളത് കൊണ്ടാണ് ഈ ചിന്തകളെല്ലാം രാത്രി കെട്ടടങ്ങുന്നത്, ഉറക്കത്തിലേക്ക് പോകുന്നത്. അതെങ്ങനെ മനസ്സിലായി? ഞാനത് ഇനി ആവർത്തിക്കണ്ട. ചിന്തകളെ ഉണർത്തുന്നത് ആരല്ല? ശരീരമല്ല. അങ്ങനെ ശരീരത്തിന് ഉണർത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ കോമയിൽ കിടക്കുന്ന രോഗികളെ ഉണർത്താൻ പറ്റുമായിരുന്നു. അതിന് ചിന്തകളെ ഉണർത്തുന്നതിൽ ശരീരത്തിന് യാതൊരു പങ്കുമില്ല. നമ്മൾ പലപ്പോഴും ചിലരെ വിളിച്ചാലൊന്നും ഉറക്കത്തിൽ എണീക്കുന്നില്ല. ചിലപ്പോൾ കുലുക്കി വിളിച്ചാൽ പോലും അറിയുന്നില്ല. കുംഭകർണനെ വിളിച്ച് ഉണർത്തിയതൊന്നും നോക്കൂ നിങ്ങൾ. ആനയെ കൊണ്ട് മൂക്കിലെ രോമം വലിപ്പിച്ചു എന്നാണ്. സാധാരണ മൂക്കിൻ്റെ രോമം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, മൂക്കിലുള്ള ആ രോമം ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞു രോമങ്ങൾ, അതൊന്ന് വലിച്ചു നോക്കൂ നിങ്ങൾ തുമ്മി പൊളിക്കും. ഇവിടെ
എന്നിട്ട് അയാളുടെ ആ മൂക്കിലെ രോമം വലിക്കാൻ ആനയെ കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ രോമത്തിൻ്റെ വലിപ്പത്തിലിരിക്കണം, അത് വലിക്കാൻ വേണ്ടിയിട്ട് ആനകളെ കൊണ്ടുവന്നു. എന്നിട്ടും ആ മനുഷ്യൻ അറിഞ്ഞില്ല എന്ന്. അപ്പം അയാളുടെ ഉറക്കത്തിൻ്റെ തീവ്രത നോക്കൂ നിങ്ങൾ. ഈ രീതിയിലൊക്കെ ഉള്ള ഉറങ്ങുന്ന ഒരാളെ ശരീരത്തിനൊരിക്കലും വിളിച്ചുണർത്താൻ പറ്റില്ല. അപ്പോൾ ബോധം ഉണർത്തുന്നു എങ്കിൽ ബോധത്തിന് ഉണർത്താനുള്ള ഒരു വലിയൊരു ശക്തിയും കഴിവും ഉണ്ട്. ഉണർത്തുന്ന, നിലനിർത്തുന്ന, എല്ലാറ്റിനെയും സങ്കോചിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാറ്റിനെയും തിരിച്ച് ലയിപ്പിക്കുന്ന, ഉണർത്തുന്ന, നിലനിർത്തുന്ന, ലയിപ്പിക്കുന്ന ശക്തിയാണ് ഏത്? ബോധം. അപ്പോൾ ബോധത്തെ ആത്മാവെന്ന് വിളിക്കുന്നതിനുള്ള കാരണവും അതാണ്. ബോധത്തെയാണ് ശരിക്ക് ആത്മാവെന്ന് വിളിക്കുന്നത്. എന്തായിരിക്കും ആത്മാവെന്ന് വിളിക്കാൻ കാരണം? മനസ്സ് ബോധത്തിൽ നിന്നാണ് ഉണരുന്നത്, ആവിർഭാവം ചെയ്യുന്നത്. ആത്മാ എന്നുള്ള ശബ്ദത്തിൽ 3 അക്ഷരങ്ങൾ. ആവിർഭാവം ചെയ്യുക, രണ്ടാമത് തിഷ്ഠ, നിലനിൽക്കുക, മൂന്നാമത്തത് മീളനം ചെയ്യുക, ലയിക്കുക. അപ്പോൾ ബോധത്തിൽ നിന്നാണ് മനസ്സ് ആവിർഭവിക്കുന്നത്, ബോധത്തിലാണ് മനസ്സ്. ഇപ്പം നമുക്ക് ബോധമുണ്ടല്ലോ, അപ്പം മനസ്സ് നിലനിൽക്കുന്നത് ബോധത്തിലാണ്. എവിടെയല്ല? ശരീരത്തിലല്ല. എങ്ങനെ മനസ്സിലായി ശരീരത്തിലല്ല എന്നുള്ളത്? ശ്രദ്ധിച്ച് നമ്മളിതൊക്കെ ഉള്ളിൽ നല്ല വ്യക്തതയോട് മനസ്സിലാക്കണം. വെറുതെ നമ്മൾ ആവർത്തിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ മനസ്സിലായി ഇത് ശരീരത്തിലല്ല എന്ന്? കാരണം ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത്, എവിടെയാണ്? ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് അത് നിലനിൽക്കുന്നത്? നമ്മുടെ മനസ്സ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കാലിലും മനസ്സുണ്ടോ? കാലിലൊരു വേദന വന്നാൽ മനസ്സ് അവിടെയുണ്ടോ? പറയൂ, ഉണ്ട്. ഇനി നിങ്ങളുടെ ശരീരത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ശരീരത്തെക്കുറിച്ച് മുഴുവൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്, തലവേദന എടുക്കുന്നു, നിങ്ങൾ നിരീക്ഷിക്കുകയാണ്, നിങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ബ്രെയിനിൻ്റെ അകത്തൊരു വേദന വന്നാൽ പോലും നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. നിരീക്ഷകൻ നിരീക്ഷണത്തിൽ നിന്നും, മനസ്സിലായില്ല? നിരീക്ഷകൻ നിരീക്ഷിക്കപ്പെടുന്നതിൽ നിന്നും വേറെയാണ്. അപ്പം ഈ ശരീരത്തെ മുഴുവൻ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ശരീരത്തെ നിരീക്ഷിക്കുന്ന ബോധം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ആ ബോധമാണ് മനസ്സിനെ ഉണർത്തിയതെങ്കിൽ ആ മനസ്സിനെ നിലനിർത്തുന്നതും ബോധം തന്നെയാണ്. മനസ്സിനെ നിലനിർത്തുന്നതും ബോധം തന്നെയാണ്. ക്ലിയർ? അപ്പം ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നതൊക്കെ നിങ്ങളുടെ സലയിൽ കാരണം. ആത്മാന്ന് വിളിക്കാൻ കാരണം എന്താണ്? മനസ്സിനെ ഉണർത്തുന്നു, ആവിർഭവിപ്പിക്കുന്നു. 2 തിഷ്ഠ, നിലനിർത്തുന്നു. 3 മീളനം എന്നാണ്. മീളനം എന്ന് പറഞ്ഞാൽ സമ്മേളനം, സമ്മേളിപ്പിക്കുക, ലയിപ്പിക്കുക എന്നർത്ഥം. അപ്പം മനസ്സിനെ ഉണർത്തുന്ന, നിലനിർത്തുന്ന, സമ്മേളിപ്പിക്കുന്ന, ലയിപ്പിക്കുന്ന ബോധത്തെ ഭാരതീയ ഋഷിവര്യന്മാര് ആത്മാ എന്ന് വിളിച്ചു. അങ്ങനെയാണ് ബോധം ആരായത്? ആത്മാവായത്. ഈ ബോധത്തിൽ നിന്നും പ്രകടമാകുന്നതാണല്ലോ എന്ത്? അല്ലെങ്കിൽ ഉണർന്നു വരുന്നതാണല്ലോ എന്ത്? ചിന്തകൾ. അങ്ങനെ ചിന്തകൾ പ്രകടമായി ഉണർന്നു വന്ന് അതെങ്ങനെ ശരീരത്തോട് ചേർന്ന് പ്രവർത്തിക്കണോ നമുക്ക് ചോദിക്കാം. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മനസ്സ് ബോധത്തിൽ നിന്നും പ്രകടമായി വരുമ്പോൾ നമുക്ക് ചിന്തകളെ നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എനിക്ക് വല്ലാത്തൊരു അലസത തോന്നും, മടി തോന്നും, എനിക്കൊന്നിനൊരു ഉത്സാഹം തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വല്ലാത്ത മൂഡ് ഓഫ് തോന്നുന്നു, ഇന്നെന്തോ എൻ്റെ മനസ്സ് വളരെ ഒരു സുഖമില്ല. ഇതൊക്കെ എനിക്ക് പറയാൻ സാധിക്കുന്നതിന് കാരണം ഞാൻ അതിനെ നിരീക്ഷിക്കുന്നവനായതുകൊണ്ട്. നേരത്തെ പറഞ്ഞു, നിരീക്ഷിക്കുന്ന ബോധം നിരീക്ഷിക്കപ്പെടുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ ബോധത്തിന് ഉള്ള ഒരു കഴിവുണ്ട്. എന്താണ് ബോധത്തിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക, അതിന് വേണമെങ്കിൽ ഉത്സാഹത്തെ വർദ്ധിപ്പിക്കാനുള്ള കുറേ
തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവുണ്ട്. ഏത് ഡിസിഷനും എടുക്കാൻ നമ്മുടെ ബോധത്തിന് കഴിവുണ്ട്. അപ്പം നിങ്ങൾ തീരുമാനിക്കുകയാണ്, എൻ്റെ ജീവിതം ഒരു കൃത്യനിഷ്ഠയിൽ ആവട്ടെ. അങ്ങനെ നിങ്ങളൊരു കൃത്യനിഷ്ഠയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്രമേണ ആലസ്യത്തിൻ്റെ ശക്തി കുറഞ്ഞു വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൃത്യനിഷ്ഠ കൊണ്ടുവരിക? ഭാരതീയ ഋഷിവര്യന്മാർ മനസ്സിലാക്കി, ഈ മനസ്സിൻ്റെ ആലസ്യത്തെ പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമായൊരു മാർഗമാണ് പ്രാണായാമ പരിശീലനം.